വെൽക്കം ടു 5 ക്ലൈമറ്റ്സ്. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു സ്പെഷ്യൽ ഗസ്റ്റിനെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്, ലേഖ രാജൻ. അപ്പോൾ നമുക്കൊരു വിശേഷങ്ങളെല്ലാം ലേഖയിൽ നിന്ന് തന്നെ ചോദിച്ചു തുടങ്ങാം. വെൽക്കം ലേഖ. Hi Sonia. Thank you for giving me this interview. My pleasure. വെൽക്കം ടു 5 ക്ലൈമറ്റ്സ് അഗെയിൻ. നമ്മുടെ കൂടെ ഇന്ന് ലേഖ രാജനാണുള്ളത്. ലേഖ രാജൻ ഒരു അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ. അപ്പം ലേഖയുടെ അടുത്ത് തന്നെ നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ലേഖന്റെ ചാനൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? 5 ക്ലൈമറ്റ്സ് കണ്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് നാൾ ഒരു 4 വർഷം മുമ്പ് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഇപ്പം ഇങ്ങനെ ഒരു അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണർ ഉണ്ടെന്ന് പറഞ്ഞു. വന്നാൽ അവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതിയാണ് ഞാനൊരു ലേഖയുടെ ഇന്റർവ്യൂ ചോദിച്ചത്. ലേഖയുടെ കുറച്ച് വിശേഷങ്ങൾ ആദ്യം തന്നെ നമുക്കൊന്ന് അറിയണം. ലേഖ നാട്ടിലെവിടെയാണ്, എന്നാണ് അയർലൻഡിൽ ലേഖ എത്തിയത്? നാട്ടിൽ എൻ്റെ സ്വദേശം കോട്ടയം കടയിനിക്കാട്. ഞാൻ അയർലൻഡിൽ വന്നത് 2002 ജനുവരി. അന്ന് ഇതുപോലെ നല്ല ഇരുട്ട്, മഴ, ഇത് കാലാവസ്ഥയ്ക്ക് അന്നും ഇന്നും ഒരു മാറ്റവും 20 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു ആ സെയിം കാലാവസ്ഥയാണ് ഇപ്പോഴും നമ്മൾ കടന്നു പോകുന്നത്. ലേഖയുടെ ഫാമിലിയിൽ ഇവിടെ ആരൊക്കെയുണ്ട്? നിങ്ങൾ താമസിക്കുന്നത് ബ്ലാഞ്ചസ്റ്റൗൺ അല്ലേ? ഇത് ബ്ലാഞ്ചസ്റ്റൗൺ അല്ല. ഹസ്ബൻഡ് പേര് രുകേഷ്. 2 മക്കള്. മൂത്തയാള് ഫാർമസിക്ക് പഠിക്കുന്നു, 18 വയസ്സ്. രണ്ടാമത്തെ ആള് 16 വയസ്സ്, 5th ഇയർ സ്കൂളിൽ പോകുന്നു. ലേഖ ഒരു അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റൽ. സെൻറ്റ് ജെയിംസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു പബ്ലിക് ഹോസ്പിറ്റൽ അല്ലേ? വൺ ഓഫ് ദ ഫേമസ് ഹോസ്പിറ്റൽ പബ്ലിക്. പിന്നെ കാർഡിയോതൊറാസിക്കിലാണോ ഒരു സ്പെഷ്യാലിറ്റി? സെൻറ്റ് ജെയിംസിന്റെ സ്പെഷ്യാലിറ്റി കാർഡിയോതൊറാസിക് ഉണ്ട്, പിന്നെ ഹെമറ്റോളജി, ഓൺകോളജി, അതൊക്കെയാണ് അവർ. 650 ബെഡ് അങ്ങനെ ഒരു വലിയ ഹോസ്പിറ്റലാണ്, ടീച്ചിങ് ഹോസ്പിറ്റലാണ്. അപ്പോൾ ഈ അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാതെ ഒത്തിരി ആൾക്കാരൊന്നും അതിലേക്ക് ഇപ്പം വന്നു തുടങ്ങിയിട്ടില്ല. ഇപ്പം കുറച്ച് നാളെ ആയിട്ടുള്ള ഒരു അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണർ എന്നുള്ള റോള് വന്നിട്ട്. അപ്പം ഇത് കാണുന്നവർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും അറിയാനായിട്ട് എന്താണ് ഈ അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണർ റോള്. അത് നഴ്സസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാധാരണ നമ്മൾ ഇവിടെ വരുമ്പോൾ സാധാരണ ജനറൽ നഴ്സസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ക്ലിനിക്കൽ നഴ്സ് മാനേജർ ആകാം, അല്ലെങ്കിൽ ക്ലിനിക്കൽ നഴ്സ് സ്പെഷ്യലിസ്റ്റ്. അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണർ എന്ന് പറയുമ്പോൾ അത് എന്താണ് ആ ഒരു റോള്? അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണർ എന്ന് പറയുകയാണെങ്കിൽ അവർ വർക്ക് ചെയ്യുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു ഗ്രേഡിലാണ്. അവരുടെ അഡ്വാൻസിങ് ഇതിനകത്ത് തന്നെ ഉണ്ട് അഡ്വാൻസിങ് നോളജ് ആൻഡ് സ്കിൽസ്. പിന്നെ ഒരു ഹയർ റെസ്പോൺസിബിലിറ്റിയാണ് അവർക്കുള്ളത്. അവർ പേഷ്യൻസിനെ കാണുവാണെങ്കിൽ ആ പേഷ്യൻസിൻ്റെ ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്, എല്ലാ കാര്യങ്ങളും ആ നേഴ്സ് പ്രാക്ടീഷണർ ആയിരിക്കും ചെയ്യുന്നത്. അതായത് ഒരു ഡോക്ടേഴ്സിന്റെ റോളിനെ റീപ്ലേസ് ചെയ്യുകയല്ല, പക്ഷെങ്കിൽ ഒരു നേഴ്സിംഗ് റോളിൽ അവരവരുടെ ഹയർ കേപ്പബിലിറ്റീസും നോളജ് ആൻഡ് സ്കിൽസ് പെർഫോം ചെയ്യുകയാണ് ഒരു പേഷ്യന്റിനെ കാണുമ്പോൾ. ഉണ്ട്. അപ്പം നമ്മളിപ്പം ജനറൽ നേഴ്സ് എന്ന് പറഞ്ഞ് അഡ്വാൻസ് നേഴ്സ് എന്ന് പറയുമ്പോഴേക്കും ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാം. അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് നോളേജ് ഉണ്ടായിരിക്കണം അല്ലേ? അഡ്വാൻസ്ഡ് ക്ലിനിക്കൽ ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, ഡയഗ്നോസ്റ്റിക് കപ്പാസിറ്റി, ഇതെല്ലാം വേണം. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഒത്തിരി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഒരുപക്ഷെ അതിന് വേണമായിരിക്കും. അപ്പം ഈ കാണുന്ന ഇപ്പൊ ഒത്തിരി നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി പുതിയ പിള്ളേർ ഇപ്പം പഠിച്ച് അയർലൻഡിൽ വരുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒത്തിരി നല്ലതായിരിക്കും, ഈ ഒരു പ്രചോദനമായിരിക്കും ഇങ്ങനൊരു ഒരു അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണറിന്റെ തന്നെ ഓൺ വേർഡ്സിൽ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ. അപ്പം ഈ അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണറായിട്ട് ലേഖ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു റോളിലേക്ക് എന്തെല്ലാം എഡ്യൂക്കേഷണൽ പ്രിപ്പറേഷനാണ് ലേഖയ്ക്ക് വേണ്ടി വന്നത്? ഒരു അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണറായിട്ട് നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് നേഴ്സിംഗ് ബോർഡുമായിട്ട് രജിസ്റ്റർ ചെയ്യണം. നേഴ്സിംഗ് ബോർഡുമായിട്ട് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് മാസ്റ്റേഴ്സ് ഇൻ അഡ്വാൻസ് പ്രാക്ടീസ് ഉണ്ട്. അത് കറൻ്റ്ലി ഇപ്പോൾ ഉള്ളത് RCSI, ട്രിനിറ്റി കോളേജ്, UCD, ഡബ്ലിനിൽ ഈ 3 കോളേജിലാണ് ഉള്ളത്. അപ്പം നമ്മളവിടെ ഇപ്പം ഒരാൾ ഒരു അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണർ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വരുമ്പം അഡ്വർടൈസ് ചെയ്തേക്കുന്ന ജോബ് അപ്ലൈ ചെയ്ത് അവർ സെലക്ഷൻ ആവുകയാണെങ്കിൽ അവർക്ക് ആ ഒരു കോഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കോഴ്സ് അങ്ങനെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയിലൂടെ അവർ ആ കോഴ്സ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അറ്റ് ദ മൊമെന്റ് അത് ഫുള്ളി ഫണ്ടഡ് ആണ്, ഹോസ്പിറ്റൽ ഫണ്ടഡ് കോഴ്സാണ്. ഈ ഒരു കോഴ്സിലേക്ക് ഇപ്പം നമുക്ക് അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണർ ആവണമെങ്കിൽ എല്ലാവർക്കും ഒരു പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? എന്താണ് അതിൻ്റെ എഡ്യൂക്കേഷണൽ റിക്വയർമെൻറ്റ്? അതായത് നമുക്ക് ബേസിക് എഡ്യൂക്കേഷൻ നമ്മുടെ എന്തായിരിക്കണം, അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയാസ് ഉണ്ടോ?
ക്രൈറ്റീരിയാസ് നമ്മളിപ്പം ഒരു BSc നഴ്സിംഗ് കഴിഞ്ഞ വ്യക്തിയാണെങ്കിൽ നമ്മൾ ഏത് സ്പെഷ്യാലിറ്റിയിലാണോ നമ്മൾ അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണർ ആകാൻ പോകുന്നത് ആ ഏരിയയിൽ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പിന്നെ അവരുടെ പെർഫോമൻസ് ഇൻ്റർവ്യൂവിൽ, പിന്നെ അവരെന്തൊക്കെയാണ് ആ ഒരു ഇൻ്റർവ്യൂവിന് അല്ലെങ്കിൽ ആ ഒരു അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണർ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എന്തൊക്കെയായിരിക്കും അതിനു വേണ്ടി അവരതിന് മുന്നേ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ക്രൈറ്റീരിയാസ് ആയിരിക്കും ഇൻ്റർവ്യൂവിൽ അവർ ചെക്ക് ചെയ്യുന്നത്. അതിന് തന്നെ ഒരു ഇന്റർവ്യൂ ഈ ഒരു അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണറിന്റെ റോളിലേക്ക് തന്നെ ഉണ്ട്. അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് പോകണമെങ്കിൽ തന്നെ ഇപ്പം ഞാൻ എൻ്റെ ഒരു കരിയർ ഡ്രീം എന്ന് പറയുന്നത് ഒരു കാർഡിയോതൊറാസിക് സർജറിയിൽ ഒരു അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണർ ആകണം എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യമേ മാസ്റ്റേഴ്സ് ചെയ്തു. മാസ്റ്റേഴ്സ് ചെയ്തിട്ട് ആ സമയത്ത് ഞാൻ അങ്ങനെ ഒരു ജോബിന് ശ്രമിച്ചപ്പോൾ ആ ഹോസ്പിറ്റലിൽ അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആ സമയത്ത് അവൈലബിൾ അല്ലായിരുന്നു. അപ്പം ഞാൻ മറ്റൊരു ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അവിടെ അപ്ലൈ ചെയ്തപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ വെയിറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഈ കാർഡിയോതൊറാസിക് സർജറിയിൽ കോൺഫറൻസുകളെല്ലാം അറ്റൻഡ് ചെയ്യും. അതുപോലെ പോസ്റ്റേഴ്സ്, എൻ്റെ ഓരോ ഓപ്പർച്യൂണിറ്റിയും ഞാൻ യൂട്ടിലൈസ് ചെയ്ത് നമ്മുടെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്, എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ ഓരോ ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ ഞാൻ ചെയ്തായിരുന്നു ഞാൻ ഈ ഒരു ജോബിലേക്ക് എത്തുന്നത്. ഇപ്പം ലേഖ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ ലേഖ പറഞ്ഞല്ലോ ഒരു രജിസ്ട്രേഷൻ്റെ ആവശ്യമുണ്ടെന്ന്. അപ്പം ഇപ്പം ലേഖ വരുമ്പോൾ തന്നെ ഇപ്പം എല്ലാ പുതിയ കുട്ടികളൊക്കെ നാട്ടിൽ നിന്ന് വരുമ്പോൾ അവർക്ക് ഒരു ജനറൽ നഴ്സ് എന്നുള്ള കാറ്റഗറിയിലാണ് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നത്. അപ്പോൾ ഈ അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ജനറൽ നഴ്സ് എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് മാറി അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണർ എന്നുള്ള കാറ്റഗറി ആവും അല്ലേ. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, അതായത് മെഡിക്കേഷനൊക്കെ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ സാധാരണ ഡോക്ടേഴ്സ് ആണല്ലോ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ലേഖ ഒന്ന് പറയാമോ? അതായത് ലേഖ ഇപ്പം സെൻറ്റ് ജെയിംസിൽ ഒരു അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്തെല്ലാം റോൾ അഡ്വാൻസ്മെൻ്റ് ആണ് ലേഖയ്ക്കുള്ളത് കമ്പയർഡ് ടു ജനറൽ നഴ്സിംഗ്? ഒരു അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്യുമ്പം ഇപ്പം എൻ്റെ റോളിൽ എനിക്കൊരു രോഗിയെ കാണാം, ആ രോഗിക്ക് വേണ്ട മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുക, ആ രോഗിക്ക് വേണ്ട ഡയഗ്നോസ്റ്റിക്സ്, അതായത് ഇപ്പോൾ എക്സ്റേ, അവർക്ക് എന്തൊക്കെ ടെസ്റ്റുകൾ വേണോ ആ ടെസ്റ്റുകളെല്ലാം ഓർഡർ ചെയ്യാൻ പറ്റും. ആ ടെസ്റ്റുകളുടെ റിസൾട്ട് റിവ്യൂ ചെയ്യാൻ പറ്റും. അത് റിവ്യൂ ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എന്താണെന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും. അതുപോലെ എൻ്റെ ഈ കാർഡിയോതൊറാസിക് ഇതിൽ തിയേറ്ററിൽ നമ്മളാണ് അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണേഴ്സാണ് വെയിൻ ഹാർവെസ്റ്റിംഗ് ചെയ്യുന്നത് ബൈപ്പാസ് സർജറിയിലേക്ക്. അതുപോലെ തന്നെ വാൽവ് സർജറിയിൽ അസിസ്റ്റൻ്റായിട്ട് അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണറാണ് തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഡെയിലി നമ്മുടെ വാർഡ് റൗണ്ടിൽ നമ്മൾ ആസ് എ പാർട്ട് ഓഫ് ദ ടീം നമ്മൾ ആയിരിക്കും അഡ്വാൻസ് ഡിസിഷൻ മേക്കിങ്ങിൽ എപ്പോഴും ഒരു പേഷ്യൻ്റ് കെയറിൽ നമ്മൾ ഇൻവോൾവ് ആയിരിക്കും. അപ്പം ഇപ്പം ലേഖ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടേഴ്സിൻ്റെ ഏകദേശം ഒരു ലെവലിലേക്ക്, കാരണം ഡോക്ടേഴ്സ് ആണല്ലോ സാധാരണ രോഗികളെ നോക്കുന്നു, പ്രിസ്ക്രൈബ് ചെയ്യുന്നു, ഡയഗ്നോസ്റ്റിക്സ് ഓർഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ തിയേറ്ററിൽ വെയിൻ ഹാർവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഒരു മിനി ഡോക്ടർ റോള് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ. നമ്മൾ ഒരു ആസ് എ നേഴ്സ് നമ്മൾ ഒരിക്കലും ഒരു ഡോക്ടറിൻ്റെ റോളിനെ റീപ്ലേസ് ചെയ്യുന്നില്ല. അറ്റ് ദ സെയിം ടൈം നമ്മൾ ആ നേഴ്സിംഗ് ലെവലിൽ നമ്മുടെ നോളജ് ആൻഡ് സ്കിൽസ് അറ്റ് ദ ഹയർ കേപ്പബിലിറ്റിയിൽ നമ്മൾ പെർഫോം ചെയ്യും. അപ്പോൾ പേഷ്യൻസിന് ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഹെൽത്ത് കെയർ അക്സസിബിൾ ആണ്, ക്വിക്കർ ആക്സസ്. അതുപോലെ തന്നെ ഒരു നേഴ്സ് പ്രാക്ടീഷണറെ കാണുന്ന പേഷ്യൻസിന്റെ ഫോളോ അപ്പ് ഒരു ഡോക്ടറിനെക്കാളും വെയിറ്റിംഗ് ടൈം കുറവായിരിക്കും. അപ്പം പേഷ്യൻസിന് ഒത്തിരി ബെനിഫിഷ്യൽ ആണ് ഒരു അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണറെ കാണുക എന്നുള്ളത്. കാരണം അവർക്ക് വെയിറ്റ് ചെയ്യണ്ട, പിന്നെ പെട്ടെന്നെല്ലാം ഓർഗനൈസ് ചെയ്ത് അവരുടെ ഡിലേ ടൈം കുറയും. അവരുടെ വെയിറ്റിംഗ് ടൈം കുറയുന്നു. അവരുടെ അപ്പോൾ ഇത് ഞങ്ങൾ കാർഡിയക് സർജറിയിൽ അല്ലെങ്കിൽ തൊറാസിക് സർജറിയിൽ എൻഹാൻസ് റിക്കവറി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ പേഷ്യൻറ്റ് സ്റ്റേ കുറയുന്നു. അതുപോലെ അവരെ പ്രീ അഡ്മിഷൻ ക്ലിനിക്കിൽ കൊണ്ടുവന്ന് അവരെ ഫുള്ളി നമ്മൾ സർജറിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ ഒരു പേഷ്യൻ്റ് ഒക്കെ ഒരു സർജറിക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ അവരുടെ ഫാമിലിക്കും പേഷ്യൻസിനും ഒക്കെ എന്ത് സ്ട്രെസ്ഫുൾ ആയിരിക്കും ആ ഒരു ടൈം. അപ്പോൾ അവർ വന്നിങ്ങനെ ഒരു നേഴ്സ് പ്രാക്ടീഷണറെ കാണുന്നതും ഇൻഫർമേഷൻ സീക്ക് ചെയ്യുന്നതും അവർക്കൊരു സപ്പോർട്ട് അല്ലെങ്കിൽ അവർക്കൊരു കണക്ഷൻ ഹോസ്പിറ്റലുമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആ പേഷ്യൻറ്റിനും അവരുടെ ഫാമിലിക്കും കിട്ടുന്ന ഒരു വലിയൊരു സപ്പോർട്ടാണ്. അതെ തീർച്ചയായിട്ടും. ഈ ഒരു അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണർ അത് എത്ര വർഷത്തെ കോഴ്സായിരുന്നു ലേക്ക് ചെയ്യേണ്ടി വന്നത് ഈ ഒരു റോളിലേക്ക് കയറാനായിട്ട്? ഞാൻ എടുത്ത പാത്വേ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് നേരത്തെ കംപ്ലീറ്റ് ചെയ്തായിരുന്നു. മാസ്റ്റേഴ്സ് ആണ് നെസസറി ആണ് ഈ ഒരു കോഴ്സ് അല്ലേ? മിനിമം എഡ്യൂക്കേഷൻ മാസ്റ്റേഴ്സ് വേണം. മിനിമം അഡ്വാൻസ് പ്രാക്ടീസ്, മാസ്റ്റേഴ്സ് ഇൻ അഡ്വാൻസ് പ്രാക്ടീസ് അത് വേണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് NMBAയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ആ കോഴ്സിനകത്ത് നമ്മുടെ പ്രിസ്ക്രൈബിംഗ് മോഡ്യൂളുണ്ട്. പ്രിസ്ക്രൈബിംഗ് മോഡ്യൂൾ നമ്മൾ ചെയ്യും. അതുപോലെ തന്നെ അയണൈസിങ് റേഡിയേഷൻ, അതുപോലെ അതായത് എക്സ്റേ,
CT അങ്ങനെയുള്ള ടെസ്റ്റുകൾക്കൊക്കെ ഓർഡർ ചെയ്യണമെങ്കിൽ അയണൈസിങ് റേഡിയേഷൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പിന്നെ നമ്മൾ അഡ്വാൻസ് ഡിസിഷൻ മേക്കിംഗ് എന്നും പറഞ്ഞൊരു മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യണം. അതൊക്കെ ഈ 2 years പ്രോഗ്രാമിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. മാസ്റ്റേഴ്സ് ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവർക്കൊരു റിസർച്ചിന്റെ മോഡ്യൂളും കൂടി ഉണ്ട്. ഓക്കെ, താങ്ക് യു ലേഖ. ഈ ഒരു ലേഖ ഇപ്പൊ പറയുന്ന അനുസരിച്ച് നോക്കുമ്പോഴേക്കും ഒത്തിരി എഡ്യൂക്കേഷൻ പ്രിപ്പറേഷൻ ആവശ്യമുള്ള ഒരു കോഴ്സാണ്. അപ്പൊ ലേഖ ഇത് എങ്ങനെയാണ് മാനേജ് ചെയ്തത്? നമുക്കറിയാം ഇപ്പൊ അയർലൻഡിൽ, ഇപ്പൊ ഞാൻ കുറച്ച് നാളായിട്ട് ഇതുപോലെ തന്നെ ഏകദേശം ഒരു 20 വർഷമായിട്ട് അയർലൻഡിലുള്ള ആളാണ്. അപ്പൊ നമുക്കറിയാം ഇവിടെ നമുക്കങ്ങനെ ഹെൽപ്പ് ഒന്നും നാട്ടിലെ പോലെ ഇല്ല. നമ്മൾ തന്നെയാണ് വീട്ടിലെ ജോലികളും പിള്ളേരുടെ കാര്യവും പഠിത്തം, അതിൻ്റെ ഇടയ്ക്ക് കോഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കൂടി ലേഖ എങ്ങനെ ഈ വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെ ലേഖ അത് മുമ്പോട്ട് കൊണ്ടുപോയി? നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹെക്ടിക് ലൈഫാണ്. ഫുൾ ടൈം വർക്കിങ്, വീട്ടിൽ വന്നാൽ ഫാമിലിയുടെ കാര്യങ്ങളെല്ലാം നോക്കണം, പിന്നെ നമ്മൾ പഠിക്കണം, ക്ലാസ്സിന് പോകണം, പഠിക്കണം. പക്ഷെങ്കിൽ ഫാമിലി എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഹസ്ബൻഡ് ആൻഡ് എൻ്റെ പിള്ളേർ എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് എൻ്റെ കോഴ്സ് വളരെ ഒരു സ്മൂത്ത് ആയിട്ട് പോയി. ലേഖ, ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ലേഖ പറഞ്ഞല്ലോ ലേഖ 20 years ആയി അയർലൻഡിൽ വന്നിട്ടെന്ന്. 20 years എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോങ് ടൈം. കാരണം നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു മോർ ദാൻ ക്വാർട്ടർ ഈസ് അല്ലെ 20 years. അപ്പോൾ 20 yearsന് മുമ്പ് ലേഖ അയർലൻഡിൽ വന്നപ്പോൾ ഉള്ള അയർലൻഡും ഇപ്പം തമ്മിലുള്ള വ്യത്യാസം, അന്ന് ഒരു 20 yearsന് മുമ്പ് അങ്ങനെ മലയാളീസ് ഒന്നും അയർലൻഡിൽ ഇല്ലാത്ത ഒരു സമയമായിരുന്നിരിക്കാം അല്ലേ? 20 years എന്ന് പറയുമ്പോൾ അന്നൊന്നും അധികം റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അന്നും ഇപ്പൊ ഉള്ള അയർലൻഡും തമ്മിലുള്ള ലേഖയ്ക്ക് തോന്നിയ വ്യത്യാസം അന്ന് 2020 2002 ഞാൻ വന്ന സമയത്ത് ഞാൻ തനിയായിരുന്നു. അപ്പൊ എനിക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല. അപ്പൊ എനിക്ക് എവിടെയെങ്കിലും പോണേ വഴി അറിയത്തില്ല. അപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു ഐറിഷുകാരോട് ചോദിച്ചാൽ അവരെന്റെ കൂടെ വന്ന് ആ ബസ് സ്റ്റോപ്പ് കാണിച്ച് അവരെന്നെ ആ ബസ്സിൽ കയറിപ്പോയി. എന്നിട്ട് അവർ പറയും ഇന്ന സ്റ്റോപ്പിൽ പോയി ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകണമെന്ന് വരെ പറഞ്ഞു തന്നിട്ടേ അവർ പോകത്തുള്ളൂ. ഇന്ന് അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ അയർലൻഡിൽ കാണത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അയർലൻഡ് അത്രയ്ക്ക് മാറിപ്പോയി. ഒരുപാട് ഇമിഗ്രൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ വരുന്ന നോക്കുമ്പോഴത്തേക്കിനും ഐറിഷുകാർ തന്നെ അവർക്ക് അറിയത്തില്ല അവർ ആരോട് ഇടപെടുന്നത്. അതുകൊണ്ടായിരിക്കാം അവരിപ്പോ ഒന്നുകൂടെ അത്രയും ഫ്രണ്ട്ലി അല്ല. എന്നാലും സ്റ്റിൽ യൂറോപ്പിൽ ട്രാവൽ ചെയ്യുമ്പോൾ അയർലൻഡിൽ വന്നാൽ മാത്രമേ ഒരു ഹായ് പറയുന്ന ആൾക്കാരെ കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു സ്മൈലിംഗ് ഫേസ് ഉള്ള ആൾക്കാരെ. ഐറിഷുകാർ പൊതുവെ കുറച്ചും കൂടെ പിന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇമിഗ്രൻസിനെ. അഗെയിൻ ഇപ്പൊ നമ്മൾ ഈ ഒരു സമയങ്ങളിലൊക്കെ ഒത്തിരി നമ്മൾ കേട്ടിട്ടുണ്ട് ഇമിഗ്രൻസിനെതിരെയുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പൊ അതും ഈ കൂട്ടത്തില് കാണും. നമ്മളത് ചിലവർ ഒത്തിരി കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യും, ചിലവർക്ക് പ്രശ്നമൊന്നുമില്ല. അന്ന് വന്നപ്പോൾ ഫുഡിന്റെ അവൈലബിലിറ്റി ഒക്കെ എങ്ങനെയായിരുന്നു? ഇപ്പൊ നമുക്ക് എവിടെ നോക്കിയാലും ഇന്ത്യൻ റെസ്റ്റോറന്റും കാര്യങ്ങളും ഇന്ത്യൻ ഒത്തിരി മലയാളി കടകളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടും. അന്ന് എങ്ങനെയായിരുന്നു ഫുഡൊക്കെ? അന്ന് ഞങ്ങൾ വന്ന സമയത്ത് ഞങ്ങൾ ലിമറിക്കിലായിരുന്നു. അവിടെ ഏഷ്യൻ ഷോപ്സ് ഒന്നും ഇല്ലായിരുന്നു. അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റ് സിറ്റിയിലുണ്ടായിരുന്നു. അത് ഒരു പാകിസ്ഥാനി റൺ ചെയ്യുന്ന ഇന്ത്യൻ റെസ്റ്റോറന്റ് ആയിരുന്നു. അപ്പൊ അവിടെ പോയി കഴിച്ചാൽ നമുക്ക് ഒരു ഇന്ത്യൻ ഫുഡിന്റെ ടേസ്റ്റ് ഒന്നും കിട്ടത്തില്ല. പിന്നെ ഏഷ്യൻ ഷോപ്പ് അങ്ങനെ ഏഷ്യൻ സാധനങ്ങളൊന്നും അന്ന് അവൈലബിൾ അല്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ അന്ന് ഡബ്ലിനിൽ ഫ്രണ്ട്സിനെ വിസിറ്റ് ചെയ്യാൻ വരുമ്പോഴാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത്. അന്ന് ഡബ്ലിനിലുണ്ടായിരുന്ന സിറ്റിയിലുണ്ടായിരുന്ന ആകെ ഒരു ഏഷ്യൻ ഷോപ്പ് എന്ന് പറയുന്ന മദീനയായിരുന്നു. അവിടെ പോയാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പൊ അന്നത്തെ അയർലൻഡും ഇന്നത്തെ അയർലൻഡും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. നമ്മള് അന്ന് വന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ 20 years എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് അൺമാരീഡ് ഒക്കെ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കുമല്ലോ വരുന്നത്. ഇവിടെ വന്ന് പിന്നെ ഒരു ലൈഫ് പുതിയതായിട്ട് തുടങ്ങി, കുട്ടികളൊക്കെ ആയി, അവരുടെ എഡ്യൂക്കേഷൻ, പിന്നെ അതിന്റെ കൂട്ടത്തിൽ ലേഖ ഇത്രയും പഠിച്ച് ഇത്രയും നല്ലൊരു പൊസിഷനിൽ എത്തി നിൽക്കുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രൗഡ് തോന്നുന്നുണ്ടോ ലേഖയ്ക്ക്? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്തത് പിള്ളേർ ചെറുതായിരുന്നപ്പോഴാണ്. അപ്പൊ എൻ്റെ ഹസ്ബൻഡാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ആ മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ അതിനുശേഷമാണെങ്കിലും ഈ ഒരു അഡ്വാൻസ് നേഴ്സ് പ്രാക്ടീഷണർ റോളിൽ എത്തണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും പഠിച്ചുകൊണ്ടേയിരുന്നു. അതുപോലെ അങ്ങനെ പഠിച്ചത് കൊണ്ട് എനിക്ക് എൻ്റെ ഈ റോളിലേക്ക് എത്താനായിട്ട് ഇന്റർവ്യൂ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ വളരെ ഈസി ആയിരുന്നു. ഇപ്പൊ നമുക്ക് അറിയാലോ, ഇപ്പൊ നാട്ടിൽ നിന്ന് ഒത്തിരി നമ്മുടെ ഇന്ത്യൻസ് മാത്രമല്ല പല രാജ്യത്തു നിന്നുമുള്ള ആൾക്കാർ ഒത്തിരി ഇപ്പൊ വരുന്നുണ്ട് നേഴ്സസ് ആയിട്ട്. അവർക്കെല്ലാം ലേഖയ്ക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? എക്സ്പെഷ്യലി ഇപ്പോൾ ഒരു കരിയർ ഡെവലപ്മെന്റ്, ഒത്തിരി പേരും ഇങ്ങനെ കോഴ്സൊക്കെ ചെയ്യാതെ, ചിലവർ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് കോഴ്സൊക്കെ ചെയ്യും, ചിലവർ ഇങ്ങനെ മാറി നിൽക്കും. കാരണം കുട്ടികളൊക്കെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവരാണ് ഇപ്പോൾ ഒത്തിരി വരുന്നത്.
അപ്പോൾ അവർക്ക് എന്താണ് ലേഖയ്ക്ക് കൊടുക്കാനുള്ള അഡ്വൈസ്? ഇങ്ങനെ ഒരു ലേഖ ഇപ്പോൾ ഏറ്റവും നല്ലൊരു ശരിക്കും പറഞ്ഞാൽ അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണർ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ക്ലിനിക്കൽ സൈഡിൽ തന്നെ ഏറ്റവും ഒരു ഹയസ്റ്റ് പോസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? കാരണം ബാക്കി എല്ലാവരും മാനേജ്മെന്റ് സൈഡല്ലേ, ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ഒക്കെ പറയുമ്പോൾ. അപ്പൊ ക്ലിനിക്കൽ സൈഡിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണർ എന്നുള്ള റോളാണ്. അപ്പൊ അതിലേക്ക് എത്താനായിട്ടാണെങ്കിലും അതിന്റെ ഒക്കെ ആയിട്ട് അതിനെക്കുറിച്ച് എന്താണ് ലേക്ക് പുതിയ വരുന്ന ഒരു പിള്ളേർക്കിപ്പം കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്? പുതിയതായിട്ട് വരുന്ന ഏതൊരു വ്യക്തിക്കും ഒരു കരിയർ പ്രോഗ്രഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ നേഴ്സ് മാനേജർ അല്ലെങ്കിൽ അവരുടെ നേഴ്സ് ഇൻചാർജിനോട് സംസാരിച്ച് അവർക്ക് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റികളാണ് പഠിക്കാനുള്ളത്, അപ്പം തന്നെ പിന്നെ അതുപോലെ യൂണിവേഴ്സിറ്റിയിൽ സെർച്ച് ചെയ്യാണ് അവർക്ക് ഏതൊക്കെ കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അവരേതെങ്കിലും ഒരു സ്പെഷ്യാലിറ്റിയിൽ അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണർ ആകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ സ്പെഷ്യാലിറ്റിയിൽ വർക്ക് ചെയ്യുക. ആ സ്പെഷ്യാലിറ്റിയിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് അങ്ങനെ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ അതിൻ്റെ തന്നെ മാസ്റ്റേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പം മാസ്റ്റേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ ഒരു അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണറിൻ്റെ റോള് വരികയാണെങ്കിൽ അവർക്കപ്പോൾ അവർ ആ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിരിക്കും. അത് ചെയ്യാത്ത ഒരു ആൾക്കാരെക്കാണെങ്കിലും അവർക്ക് പരിഗണന കിട്ടും. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അവർ അപ്ലൈ ചെയ്യുമ്പോൾ ആ ആപ്ലിക്കൻസിന് ഒരു പരിഗണന കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ എന്ത് ആകാനാണോ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യാതെ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ ഫാമിലി സിറ്റുവേഷൻ എന്താണെങ്കിലും നമ്മുടെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമുക്ക് എപ്പോഴാണോ നമ്മുടെ ലക്ക് തെളിയുന്ന ആ സമയത്ത് നമുക്ക് എല്ലാം കൂടെ അതെ. എനിക്കാണെങ്കിലും ഈ ഒരു റോൾ ഉടനെ കിട്ടിയതല്ല, ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഒരു റോൾ കിട്ടിയത്. ഈ അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണർ റോളിലേക്ക് ലേഖ കയറിയപ്പോൾ ഓഫ് കോഴ്സ് യു ആർ ആൻ ഇമിഗ്രന്റ്. അപ്പം 20 വർഷം എന്ന് പറഞ്ഞാലും നമ്മൾ എപ്പോഴും ഇന്ത്യൻസ് നമ്മുടെ ഫേസ് ഒരിക്കലും മാറില്ലല്ലോ. അപ്പോൾ ലേഖക്ക് കൊളീഗ്സിൻ്റെ കയ്യിൽ നിന്നെല്ലാം സപ്പോർട്ടുണ്ടോ? കൂടുതൽ ഐറിഷുകാരാണോ കൂടുതൽ വർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് അവരുടെ സപ്പോർട്ടിലേക്ക്? എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതെല്ലാം ഐറിഷ് കൊളീഗ്സ് ആണ്. എനിക്ക് അവർ നല്ല സപ്പോർട്ടാണ്. എനിക്ക് അവിടെ ഞാൻ പുതുതായിട്ട് അവിടെ ചെന്നതാണ്. ഒരു പുതിയ അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണറായിട്ട് അവിടെ ചെന്നപ്പോൾ അവരെല്ലാവരും തന്നെ അവരുടെ ലെവലിലേക്ക് ഞാൻ എത്താൻ വേണ്ടി അവരെനിക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് എന്താ ആവശ്യമുണ്ടോ, എൻ്റെ ലേണിംഗ് എന്താണോ അതിന് ഞാൻ അവരുടെ അടുത്ത് ഞാൻ എപ്പോഴും ഇന്ന കാര്യങ്ങൾ എനിക്ക് പഠിക്കണം അങ്ങനെ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം അവർ നമ്മളെപ്പോഴും നമ്മളങ്ങോട്ട് നമ്മളുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെ ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് അവർ. ഒരിക്കലും ഞാൻ അവിടെ അല്ലേ ഒരു ഇമിഗ്രന്റ് നേഴ്സ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. നമ്മൾ അങ്ങനെ ഒരു നല്ല കാര്യം. നമ്മളൊരു രാജ്യത്ത് ചെല്ലുമ്പോൾ നമുക്ക് അവരുടെ സപ്പോർട്ട് കിട്ടുക എന്നുള്ളത് അത് ഭയങ്കര ഇതാണ്. പ്രത്യേകിച്ച് നമ്മൾ പുറത്തുനിന്ന് വന്ന ആളാകുമ്പോൾ ഇങ്ങനെ ഒരു പൊസിഷനിലോട്ടൊക്കെ എത്തിപ്പെടാനായിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും അവർ നമ്മളെ ബ്ലോക്ക് ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരു സപ്പോർട്ട് ഐറിഷ് കൊളീഗ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്നത് തന്നെ നമുക്ക് ഭയങ്കര ഒരു ഭാഗ്യമാണ്. അപ്പോൾ അതിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഐറിഷുകാർക്ക് ഒത്തിരി നന്ദിയുണ്ട്. കാരണം അവർ നമ്മളെ ഇത്രയും അക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണല്ലോ നമുക്കും ഇങ്ങനത്തെ പഠിക്കാനും മുകളിലേക്ക് കയറാനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അതായത് അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ കൂടെ കൊണ്ടുപോയി കാണിച്ചു തന്ന് പഠിപ്പിച്ച് ആ ഒരു ലെവലിലേക്ക് നമ്മളെ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റുമോ ആ ഒരു ഗ്രൂപ്പ് ഓഫ് കൊളീഗ്സ് ആണ് എനിക്കുള്ളത്. ആ കാര്യത്തിൽ ഞാനൊരു ലക്കിയാണ്. നന്നായി. കുറച്ച് കാര്യങ്ങളും കൂടി അറിയാനുള്ളത്, ഇപ്പം ലേഖ 20 വർഷം മുമ്പ് അയർലൻഡിൽ വന്നു. ലേഖയുടെ കുട്ടികളൊക്കെ ഇവിടെ ജനിച്ചതായിരിക്കുമല്ലോ. അപ്പോൾ 20 വർഷം മുമ്പ് അപ്പോൾ ഒരു കൾച്ചറൽ ഷോക്ക് ലേഖയ്ക്ക് എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? എസ്പെഷ്യലി അവിടെ നിന്ന് നാട്ടിൽ നിന്ന് വന്ന സമയത്ത്, പിന്നെ ഇപ്പം ടീനേജ് പിള്ളേർ ഇവിടെ റേസ് ചെയ്യുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുകൾ, അങ്ങനെ എന്തെങ്കിലും ലേഖയ്ക്ക് നാട്ടിൽ നിന്ന് വരണ്ടായിരുന്നു എന്നുള്ള തോന്നി ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസിലേക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ പിള്ളേർ ഇവിടെ വളരുന്നു, ഇവിടുത്തെ പിള്ളേരുമായിട്ട് അവർ മിങ്കിൾ ചെയ്യുന്നു എങ്കിലും അവർ നമ്മുടെ എല്ലാ കൾച്ചറും അറിഞ്ഞാണ് വളരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ആഘോഷങ്ങളും നമ്മുടെ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ വീട്ടിലെ പ്രാർത്ഥനകൾ എല്ലാ കാര്യത്തിലും അവർ ഇൻവോൾവ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പിള്ളേർക്ക് നമ്മുടെ കൾച്ചർ ഇതാണ്, എന്നാൽ അവർ ഐറിഷ്കാരോട് മിങ്കിൾ ചെയ്യാതിരിക്കുന്നില്ല. സ്റ്റിൽ അവർ ഐറിഷ് കമ്മ്യൂണിറ്റിയിലും ആക്റ്റീവാണ്. അപ്പം ലേഖ, താങ്ക് യു സോ മച്ച് ഇത്ര സമയം എന്നോട് സംസാരിച്ചതിന്. ഇത് ഒത്തിരി വാല്യബിൾ ആയിരിക്കും പുതിയ വരുന്ന കുട്ടികൾക്കൊക്കെ. ശരിക്കും ഒരു പ്രചോദനമാണ്, കാരണം ഇത്ര നല്ലൊരു അച്ചീവ്മെന്റ് ലേഖയ്ക്ക് കിട്ടിയത്. അപ്പോൾ കൺഗ്രാജുലേഷൻ വൺസ് അഗെയിൻ. ഈ കൂട്ടത്തിൽ ലേഖയുടെ ഫാമിലിനെയും കൂടി ഒന്ന് പരിചയപ്പെടണമെന്നുണ്ട്. ഇസ് ഇറ്റ് ഓക്കെ വിത്ത് യു? വിളിക്കാവേ. താങ്ക് യു സോണിയ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. ഇതെന്റെ ഹസ്ബൻഡ്
ഹസ്ബൻഡിന്റെ പേര് രുകേഷ്. നൈസ് ടു മീറ്റ് യു രുകേഷ്. Nice to meet you, Sonia. ഇത് ഹാൻസ്, എന്റെ മോന്. Hi. Hi Hans. How are you? I'm good. How are you? Do you speak Malayalam or English? Malayalam is my only language. Oh really? Okay. അമ്മ പറഞ്ഞു നല്ല കൾച്ചർ എല്ലാം അറിഞ്ഞാണ് നിങ്ങൾ വളരുന്നത്. മലയാളം. ഓക്കെ. നൈസ് ടു മീറ്റ് യു ഹാൻസ്. മോളുടെ പേര് മോളാണ് ഫാർമസിക്ക് പഠിക്കുന്നത് അല്ലേ? ക്ലാസ് ഹോളിഡേസ് ആണോ ഇപ്പോൾ? താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അമ്മയുടെ അച്ചീവ്മെന്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അമ്മ ഒരു ഏറ്റവും ക്ലിനിക്കൽ സൈഡിൽ നഴ്സിന്റെ ഇതിൽ നിന്ന് ഏറ്റവും നല്ലൊരു പൊസിഷനിൽ എത്തി നിൽക്കുന്നു. നിങ്ങളെല്ലാം പ്രൗഡ് അല്ലേ? Amazing. അപ്പൊ താങ്ക് യു സോ മച്ച് എവരി വൺ കേട്ടോ. Thank you, Sonia, for this opportunity. കൺഗ്രാറ്റുലേഷൻ ലേഖ, താങ്ക് യു ഫോർ സപ്പോർട്ടിങ് ലേഖ. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ലേഖ ഒരു പൊസിഷനോട്ട് എത്തുമല്ലെന്ന് എനിക്കറിയാം. കാരണം ഇവിടെ ലൈഫ് നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പൊ അതിലിങ്ങനെ ഇത്രയും നല്ലൊരു അച്ചീവ്മെന്റിൽ എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് സപ്പോർട്ട് ഫ്രം ദ ഫാമിലി ആസ് വെൽ. തീർച്ചയായിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും. അതെ, താങ്ക് യു സോ മച്ച് ലേഖ. താങ്ക് യു. സോ അത്രയേ ഉള്ളൂ. അപ്പം ഇപ്പം കണ്ടില്ലേ ലേഖയുടെ വിശേഷങ്ങളെല്ലാം. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. താങ്ക് യു. ബൈ.